അപ്പം ഞാൻ രാവിലെ തന്നെ ദേ ഇന്ന് മീൻകറി വെക്കാനുള്ള പരിപാടിക്കകത്താണേ. ഇന്ന് തളയുടെ കുറച്ച് പീസ് കിട്ടി. തളയെന്ന് പറഞ്ഞ കുറച്ച് മീനിൻ്റെ കുറച്ച് തലയുടെ ഭാഗവും പിന്നെ അതിൻ്റെ ദശക്കഷ്ണവും എല്ലാം കൂടെ കിട്ടിയായിരുന്നു. അപ്പം അത് ഇന്ന് രാവിലെ തന്നെ അങ്ങ് വെച്ചേക്കാന്ന് വിചാരിച്ചു. അപ്പം അതിന് വേണ്ടിയിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി ഇതെല്ലാം കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് വെക്കുവാണേ. ഒരു 6 സ്പൂണോളം ഞാൻ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇതിന് എരിവ് കുറവുള്ള മുളക് പൊടി ആയതുകൊണ്ടാട്ടോ ഇത്രയും എടുത്തത്. നമ്മളിവിടെ പൊടിപ്പിച്ച മുളക് പൊടിയാണേ. അത് പിരിയമുളകാണ് കൂടുതലും എടുത്തേക്കുന്നത്. മറ്റേ മുളക് കുറച്ചുവാ. അത് കാരണം എരിവ് വലിയ കാര്യമായിട്ട് വരത്തില്ല. അതുകൊണ്ടാണ് ഇത്രയും 6 സ്പൂണോളം മുളക് പൊടി എടുത്തത്. പിന്നെ അല്ലെങ്കിൽ നമ്മളിവിടെ കുടംപുളി ഇട്ട് വെക്കുന്ന മീൻകറിക്കൊക്കെ കുറച്ച് എരിവ് വേണം. കോട്ടയംകാർക്ക് പൊതുവെ ഇത്തിരി എരിവുള്ള മീൻകറിയോടായിരിക്കും താല്പര്യം കൂടുതൽ. അപ്പം അതൊക്കെ അവിടെ ഒന്ന് എടുത്ത് വെച്ചിട്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം ഒന്ന് ചതച്ച് വെച്ചേ. പിന്നെ കുടംപുളി ഒന്ന് കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നേരെ അടുപ്പത്തോട്ട് ചട്ടി എടുത്ത് വെച്ചു. ചട്ടി ഒന്ന് ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്ക് എണ്ണ ഒഴിക്കുവാണേ. പിന്നെ അതിലേക്ക് കടുക് പൊട്ടിച്ചു, കടുക് ഇട്ടു. പിന്നെ ഉലുവായും കൂടി ഇട്ടിട്ടുണ്ടേ. അപ്പം കടുകൊക്കെ പൊട്ടി ഒന്ന് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഒന്ന് ചതച്ച് വെച്ചത് അതിലേക്ക് ചേർക്കുവാണേ. ഇനി അതൊന്ന് മൂത്ത് വരണ്ടേ. പിന്നെ എല്ലാവർക്കും എന്നാ ഉണ്ടെന്ന് വിശേഷമൊക്കെ? എല്ലാവർക്കും സുഖമാണോ? വീഡിയോസൊക്കെ കാണുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് എന്നെ ശല്യപ്പെടുത്താൻ കാക്കയില്ല കേട്ടോ. അല്ല സ്ഥിരമായിട്ട് വരുന്നതായിരുന്നു. ഇന്ന് എന്ത് പറ്റിയോ എന്തോ. ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നപ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുളക് പൊടിയുടെ ഒക്കെ ഇല്ലേ അതെല്ലാം ഇതിനകത്തോട്ട് ചേർക്കുവാണേ. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരണം. ചട്ടിയിൽ നിന്ന് ഇതെല്ലാം ഒന്ന് വിട്ട് വരുന്ന പാകമാകുമ്പോൾ ഇത് നന്നായിട്ട് മൂക്കും. എന്നിട്ട് നമ്മൾ പിന്നെ ആ പുളി വെള്ളമൊക്കെ ഒഴിക്കുവേ. കുറച്ച് വെള്ളം കൂടെ ഞാൻ ആ പാത്രത്തിലേതൊന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കുവാണേ. കണ്ടോ ഇങ്ങനെ വിട്ട് വരുമ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനിയും വെച്ചോണ്ടിരുന്നാൽ ഇത് കരിഞ്ഞു പോകും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ബാക്കി ആ പുളിയും വെള്ളവും കൂടെ ചേർക്കുവാണേ. പിന്നെ അതിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് ആവശ്യത്തിന് ചാറ് എന്തുമാത്രം വേണം, മീൻ എന്തുമാത്രം ഉണ്ടെന്നൊക്കെ നോക്കിയിട്ട് വെള്ളം ഒഴിക്കുക. ഇനി നമുക്ക് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് തിളയ്ക്കാനായിട്ടൊന്ന് മൂടി വെക്കാവേ. ഈ ചാറൊന്ന് തിളച്ച് വരട്ടെ. അതിന് ശേഷം നമുക്ക് മീനിടാം. അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ട് ഒന്ന് അടച്ച് വെച്ച് ഇതൊന്ന് ചാറൊന്ന് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ മീനും കൂടെ അങ്ങോട്ട് ഇട്ടേ. ഇനി ഒന്ന് തീ കുറച്ച് സമയം ഇരുന്ന് ഒന്ന് വേകട്ടെ. അത് കഴിയുമ്പോൾ നമ്മുടെ മീൻകറി റെഡിയായി. ഇതിങ്ങനെ തന്നെ എടുത്ത് അടച്ച് വെച്ചിട്ട് ഒരു വൈകുന്നേരം ആകുമ്പോൾ നല്ല കപ്പ വേവിച്ചത് ഈ മീൻകറിയും കൂടെ ഉണ്ടായിരുന്നു. നല്ല സൂപ്പറാണ് കേട്ടോ. എന്തായാലും എനിക്കിന്ന് കപ്പ വേവിച്ചതൊന്നുമില്ല. അപ്പം മീൻകറിയൊക്കെ കൂട്ടി ഞാൻ ഇത്തിരി ചോറുണ്ണാവേ. അപ്പം എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. എല്ലാവർക്കും എന്നാണ്ട് വിശേഷങ്ങളൊക്കെ സുഖമാണല്ലോ അല്ലേ? അപ്പം ഞാൻ പോവാണേ.